പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്രുതിക്കാണ് ആക്സിഡന്റ് പറ്റിയത് എന്നുള്ള വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ശ്രുതി കടയിൽ ബഹളമുണ്ടാക്കുന്നത് അശ്വിൻ കേൾക്കാൻ ഇടയാകുന്നത്. ഇതോടെ അവിടേക്ക് വരുന്ന അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശ്രുതി ഈ കാര്യങ്ങൾ തന്നോട് പറയാതിരുന്നത് എന്നും ഇങ്ങനെയാണോ ഇറങ്ങി പോവുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത് എന്ന് ശ്രുതി തിരികെ ചോദിക്കുകയും എന്തിനാണ് അശ്വിൻ ഇങ്ങനെ വിഷമിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. നീ ഒരിടത്തേക്ക് പോകുമ്പോൾ അത് വ്യക്തമായി പറഞ്ഞിട്ട് പോകണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അശ്വിൻ പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അശ്വിനോട് പറയുന്ന ശ്രുതി ഇത്രയധികം ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ വണ്ടിയിലേക്ക് കയറാൻ ശ്രുതിയോട് ആവശ്യപ്പെടുകയാണ് അശ്വിൻ. ആദ്യം ശ്രുതി മടി കാണിക്കുന്നു. പക്ഷേ അശ്വിൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ഒടുവിൽ കാറിലേക്ക് ശ്രുതി കയറിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ശ്രുതിയെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മനോരമ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാഹം മുടക്കി എന്നുള്ള കാര്യം അറിഞ്ഞത്. ഇതോടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി അശ്വിനും അതുപോലെ തന്നെ അഞ്ജലിയും മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ആകാശ് വിവാഹത്തിന് തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു ചതിയും നടന്നിട്ടില്ല. പക്ഷെ മനോരമ, ഇത് രണ്ടാം വിവാഹമല്ലേ? എങ്ങനെയാണ് ആദ്യ വിവാഹം മുടങ്ങിയ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കയറ്റുക? അവളെ ഇവിടേക്ക് കയറ്റേണ്ട ആവശ്യം ഒന്നുമില്ല എന്ന് പറയുകയും ഇവളെയെല്ലാം വീടിന് പുറത്താണ് നിർത്തേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ അശ്വിൻ ഇടപെട്ട് മുന്നിലേക്ക് വരികയും ആ പറഞ്ഞത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? മനോരമ ഒഴികെ എല്ലാവർക്കും ഈ വിവാഹത്തിന് താല്പര്യമാണ്. മനോരമ മാത്രമാണ് ഇപ്പോൾ എതിര് നിൽക്കുന്നത്. അത് ശരിയായ കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനോരമ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ആകാശ് മനോരമയെ ചെന്ന് കാണുകയും ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. തൻ്റെ മകന്റെ ആഗ്രഹം ഒടുവിൽ കണ്ടതിനെ തുടർന്ന് മനോരമ സമ്മതം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. ഇതേ സമയം ശ്രുതിയാകട്ടെ എന്തിനാണ് തന്നോട് ഇത്രയധികം ദേഷ്യം ASR കാണിച്ചത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഈ കാര്യങ്ങളെല്ലാം ശ്യാം അറിയാൻ ഇടയാവുകയാണ്. ശ്രുതിയോടുള്ള അശ്വിന്റെ പ്രണയം കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ശ്യാം ഇതിനൊരു തിരിച്ചടി എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നും ഇരുവരെയും അകറ്റിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ ശ്യാം തുടരുകയാണ്. പക്ഷേ ഇതിനിടയിൽ ആകാശിന്റെ വിവാഹത്തിന് തനിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം വീട്ടുകാരുടെ മുൻപിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മനോരമ ഒടുവിൽ. ഇതോടെ വിവാഹം വീണ്ടും നടക്കുന്നതിനുള്ള തീരുമാനം ആവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.